ഒരു മൈക്രോവേവ് അവനിൽ ചൂടാക്കിയാൽ കൊറോണ വൈറസിനെ കൊല്ലാൻ പറ്റുമോ? മൈക്രോവേവ് അവനിൽ ചൂടാക്കിയ ഭക്ഷണങ്ങൾ സേഫ് ആണോ? മൈക്രോവേവ്സ് ആരോഗ്യത്തിന് ഹാനികരമാണോ? മൈക്രോവേവ് കുക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കുമോ? എങ്ങനെയാണ് മൈക്രോവേവിനെ പറ്റിയുള്ള ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടായത്? കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ കണ്ടതിന് ശേഷം പലരും ചോദിച്ച ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടെത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഉത്തരം ചുരുക്കി പറയാം. മൈക്രോവേവ് അവൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ തീർത്തും സേഫും വളരെ ഫാസ്റ്റുമായിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡാണ്. കൂടുതൽ ക്ലിയർ ആക്കാൻ ഒരു മൈക്രോവേവ് അവൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാം. ഒരു മൈക്രോവേവ് അവന് പ്രധാനമായിട്ടും 4 കമ്പോണൻസ് ആണ് ഉള്ളത്. മൈക്രോവേവ്സ് ഉണ്ടാക്കുന്ന മാഗ്നട്രോൺ, സ്റ്റിറർ ഫാൻ, റൊട്ടേറ്റിംഗ് ടേൺ ടേബിൾ, മെറ്റൽ എൻക്ലോഷർ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസി യുദ്ധവിമാനങ്ങളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച റഡാർ ടെക്നോളജിയുടെ ഒരു ആവിഷ്കാരമാണ് നമ്മുടെ അടുക്കളകളിൽ കണ്ടുവരുന്ന മൈക്രോവേവ് അവൻ. ആ റഡാറുകളിൽ മൈക്രോവേവ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചിലവ് കുറവുള്ള മാഗ്നട്രോൺ തന്നെയാണ് ഒരു മൈക്രോവേവ് അവനിലും ഉപയോഗിക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് മാർവലായ മാഗ്നട്രോണിന്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. മൈക്രോവേവ്സ് ഭക്ഷണത്തിലുള്ള വെള്ളം പോലുള്ള ഒരു പോളാർ മോളിക്യൂളിൽ പതിക്കുമ്പോൾ അത് ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. വാട്ടർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ജനറേറ്റ് ആവുന്നു. ഇങ്ങനെ ജനറേറ്റ് ആയ ഹീറ്റ് കൊണ്ടാണ് ഭക്ഷണം കുക്കാകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഐ ബട്ടൺ അമർത്തുക. മൈക്രോവേവ്സിനെ അവന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ഒരു മെറ്റാലിക് സ്റ്റിറർ ഫാൻ ഉപയോഗിക്കുന്നു. ഇതുമൂലം അവനകത്ത് ഹോട്ട്സ്പോട്ട്സ് ഉണ്ടാകാതിരിക്കുകയും യൂണിഫോം കുക്കിംഗ് നടക്കുകയും ചെയ്യുന്നു. ഭക്ഷണത്തിൽ മൈക്രോവേവ്സ് യൂണിഫോമായി പതിക്കാൻ ഒരു ടേൺ ടേബിൾ ഉപയോഗിച്ച് പാത്രം 2 വശത്തേക്കും പതിയെ കറക്കുന്നു. സ്റ്റിറർ ഫാനും റൊട്ടേറ്റിംഗ് ടേൺ ടേബിളും ഭക്ഷണത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ചൂടാക്കാൻ സഹായിക്കുന്നു. ഒരു മൈക്രോവേവ് അവന്റെ മെറ്റൽ എൻക്ലോഷറിൽ പതിക്കുന്ന മൈക്രോവേവ്സ് റിഫ്ലക്റ്റ് ആവുകയും ഭക്ഷണത്തിൽ വീഴുകയും ചെയ്യുന്നു. ഇതിലുപരി മൈക്രോവേവ്സ് അവനിൽ നിന്നും ലീക്ക് ചെയ്ത് പുറത്തു പോകാതിരിക്കാനും ഇവ സഹായിക്കുന്നു. മൈക്രോവേവ് അവന്റെ ഡോറിലുള്ള വ്യൂയിങ് ഗ്ലാസിന് പുറകിലുള്ള മെഷ് ഉൾപ്പെടെയുള്ള മെറ്റാലിക് എൻക്ലോഷർ ഒരു ഫാരഡേ കേജായിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു കണ്ടക്റ്റിംഗ് ഷെല്ലിനടുത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ ഷെല്ലിനുള്ളിലെ ഫ്രീ ഇലക്ട്രോൺസ് റീഅറേഞ്ച്ഡ് ആകുന്നു. ഈ റീഅറേഞ്ച്മെന്റ് കാരണം ഷെല്ലിനുള്ളിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഈ തത്വത്തെയാണ് ഫാരഡേ കേജ് എന്ന് വിളിക്കുന്നത്. മൈക്രോവേവ് അവനിലുള്ള ഫാരഡേ കേജിന്റെ ഫ്രീ ഇലക്ട്രോൺസിന്റെ റീഅറേഞ്ച്മെന്റ് കാരണം അകത്തുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തു വരില്ല. ഇതുകൊണ്ടാണ് ഡോർ അടച്ചാൽ മാത്രം ഓൺ ആകുന്ന രീതിയിൽ മൈക്രോവേവ് അവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തു തന്നെ ആയാലും ഇവ 100% എഫിഷ്യന്റ് അല്ലാത്തത് കൊണ്ട് ഒരു മൈക്രോവേവ് അവനിൽ നിന്നും വളരെ നേരിയ തോതിൽ മൈക്രോവേവ്സ് ലീക്കായി പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ലീക്ക് ആകുന്ന റേഡിയേഷന്റെ അളവ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും മൈക്രോവേവ് അവൻ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് അവയിൽ നിന്നും അകലം പാലിക്കുകയാണ് ഉത്തമം. ദൂരം കൂടുന്തോറും ഇവയുടെ ശക്തി വളരെ കുറയുന്നു. പഴകിയ അവനിൽ നിന്നും മൈക്രോവേവ് ലീക്കേജ് ഉണ്ടോ എന്ന് വളരെ സിമ്പിളായി നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മനസ്സിലാക്കാം. സ്മാർട്ട് ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കിയതിനു ശേഷം ഓഫായ മൈക്രോവേവിനുള്ളിൽ വെച്ച് ഡോർ അടയ്ക്കുക. ഒരു കാരണവശാലും മൈക്രോവേവ് അവൻ ഓൺ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം മൈക്രോവേവ്സ് ഉപയോഗിച്ച് തന്നെയാണ് വൈഫൈയും വർക്ക് ചെയ്യുന്നതെന്നാണ്. മൈക്രോവേവിന്റെ അകത്തിരിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ വൈഫൈ നെറ്റ്വർക്ക് വളരെ വീക്കായി കാണിക്കുകയും കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. വളരെ സിമ്പിളായ ഈ ടെക്നിക്ക് ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ പോക്കറ്റിൽ ഇടുന്ന മൊബൈൽ ഫോണുകളിലും വീട്ടിൽ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കുന്ന വൈഫൈ റൂട്ടറുകളിലും എല്ലാം ഉപയോഗിക്കുന്ന മൈക്രോവേവ്സ് അത്ര അപകടകാരിയല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വിസിബിൾ ലൈറ്റിനേക്കാൾ ലോ ഫ്രീക്വൻസി ഉള്ള മൈക്രോവേവുകളിൽ അടങ്ങിയിരിക്കുന്ന എനർജി കുറവാണ്. ഇതുകൊണ്ട് ഇവയ്ക്ക് കെമിക്കൽ ബോണ്ടുകളെ തകർക്കാനുള്ള ശേഷിയില്ല. ഇതുകൊണ്ടാണ് മൈക്രോവേവ്സിനെ നോൺ അയനൈസിംഗ് റേഡിയേഷൻസ് എന്ന് വിളിക്കുന്നത്.
അയണൈസിങ് റേഡിയേഷൻസ് അല്ലാത്തതുകൊണ്ട് മൈക്രോവേവ്സിന് സെല്ലുകളുടെ DNA-യിൽ മാറ്റങ്ങൾ വരുത്താനാകുന്നില്ല. ഇതുകൊണ്ട് മൈക്രോവേവ് റേഡിയേഷൻസ് കാരണം ക്യാൻസർ ഉണ്ടാകുന്നില്ല. പക്ഷേ ഹൈ ഇൻറ്റൻസിറ്റി മൈക്രോവേവ്സ് ഡയറക്ട്ലി സെല്ലുകളിൽ, എസ്പെഷ്യലി ഹൈലി സെൻസിറ്റീവായ നമ്മുടെ കണ്ണുകളിൽ വീണാൽ ഹീറ്റ് ഡാമേജ് ഉണ്ടാകുന്നു. അതുകൊണ്ട് മൈക്രോവേവ് അവൻസ് സ്വന്തമായി റിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഭക്ഷണമില്ലാതെ മൈക്രോവേവ്സ് യൂസ് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. അവനിൽ ഭക്ഷണമില്ലാത്തതിനാൽ മൈക്രോവേവ്സ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് മാഗ്നട്രോണിൽ എത്താൻ സാധ്യതയുണ്ട്. ഇത് മാഗ്നട്രോൺ കേടാക്കാൻ ഇടയായേക്കാം. അടുത്തതായി മൈക്രോവേവ് അവനിൽ പാചകം ചെയ്യുന്നതിനെപ്പറ്റി നോക്കാം. മൈക്രോവേവിൽ കുക്ക് ചെയ്താൽ ഭക്ഷണം റേഡിയോ ആക്റ്റീവ് ആകും എന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. കുക്കിങ്ങിന് ശേഷം മൈക്രോവേവ്സ് ഭക്ഷണത്തിൽ ബാക്കി നിൽക്കുന്നില്ല. ബൾബ് ഓഫ് ചെയ്താൽ വെളിച്ചം ബാക്കി നിൽക്കാത്തതുപോലെ. മൈക്രോവേവ് അവനിൽ ചൂടാക്കിയ ഭക്ഷണത്തിൽ കൊറോണ വൈറസ് ഇല്ലാതാകുമോ? ഒരു സ്റ്റഡി സജസ്റ്റ് ചെയ്യുന്നത് ഒരു വസ്തുവിൽ കൊറോണ വൈറസ് ഇല്ലാതാകാൻ 75 ഡിഗ്രി സെൽഷ്യസിൽ 3 മിനിറ്റിൽ കൂടുതൽ ചൂടാക്കണം എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൈക്രോവേവ്സ് വൈറസിനെ ഡയറക്റ്റായി ഇല്ലാതാക്കുന്നില്ല എന്നതാണ്. മാഗ്നട്രോൺ എന്ന ഒരു ചെറിയ സോഴ്സിൽ ഉണ്ടാകുന്ന മൈക്രോവേവ്സിനെ സ്റ്റിറർ ഫാൻ, ടേൺ ടേബിൾ, ഇന്റേണൽ റിഫ്ലക്ഷൻസ് ഓഫ് ദി വാൾ ഇവയെല്ലാം അവൻ്റെ ഉള്ളിൽ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അൺഈവൻ ഹീറ്റിംഗ് ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതുകൊണ്ട് ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിൽ കൊറോണ വൈറസ് ബാക്കി നിന്നേക്കാം. ഇതുകൊണ്ട് തന്നെയാണ് ബേബി ഫുഡ് മൈക്രോവേവ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. അൺഈവൻ ഹീറ്റിംഗ് കാരണം ഉണ്ടാകുന്ന ഹോട്ട്സ്പോട്ടിനാൽ കുട്ടിയുടെ വായ പൊള്ളാൻ ഇടയുണ്ട്. ഇതിലുപരി ബ്രസ്റ്റ് മിൽക്ക് മൈക്രോവേവ് ചെയ്താൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എസെൻഷ്യൽ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നു. മൈക്രോവേവിനകത്ത് ഫോർക്ക്, സ്പൂൺ പോലുള്ള പോയിന്റഡ് മെറ്റാലിക് വസ്തുക്കൾ വെക്കുന്നത് സേഫ് അല്ല. ഇവ മൈക്രോവേവ്സ് അബ്സോർബ് ചെയ്ത് പോയിന്റഡ് എഡ്ജിൽ നിന്നും സൈഡിലുള്ള വാളിലേക്ക് ആർക്ക് ചെയ്യാൻ ശ്രമിക്കും. ആർക്കിലുണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചർ മൂലം മൈക്രോവേവ് അവൻ ഡാമേജ് ആകുന്നു. മൈക്രോവേവ് കുക്കിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറാണ്. മൈക്രോവേവ് സേഫ് അടയാളമുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇവയെ മൈക്രോവേവ് ഡയറക്റ്റ് ഹീറ്റ് ചെയ്യില്ല, മറിച്ച് ഫുഡിന്റെ ചൂട് കാരണം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഹീറ്റാകുന്നത്. മൈക്രോവേവ് സേഫ് അല്ലാത്ത, എസ്പെഷ്യലി റെഡി ടു കുക്ക് ഫുഡിന്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളെ മൈക്രോവേവ്സ് ഡയറക്റ്റായി ഹീറ്റ് ചെയ്യുകയും ടാലൈറ്റ്സ് പോലെയുള്ള അപകടകാരികളായ രാസവസ്തുക്കൾ ഭക്ഷണത്തിനുള്ളിലേക്ക് ഊർന്നിറങ്ങുകയും ചെയ്യുന്നു. ഇതുമൂലം ഹോർമോണൽ പ്രശ്നങ്ങളും മെറ്റാബോളിക് ഡിസോർഡേഴ്സും ഉണ്ടാകുന്നു. കുട്ടികളിൽ ടാലൈറ്റ്സ്, ഹൈ BP, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നിവയുണ്ടാക്കുന്നു. എല്ലാ വർഷവും ജൂൺ 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആയി ആചരിക്കുന്നു. ഈ വർഷത്തെ തീം സേഫ് ഫുഡ് ടുഡേ ഫോർ എ ഹെൽത്തി ടുമോറോ എന്നായിരുന്നു. മൈക്രോവേവ് അവൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ തീർത്തും സേഫും വളരെ ഫാസ്റ്റുമായ ഒരു കുക്കിംഗ് മെത്തേഡാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇങ്ങനെയുള്ള ലളിതമായ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ബട്ട്വൈ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.